ഡ്രൈവിംഗ് ലൈസൻസിനായിട്ടുള്ള ലേണേഴ്സ് ടെസ്റ്റിൽ മോട്ടോർ വാഹന വകുപ്പ് പുതിയ മാറ്റങ്ങൾ വരുത്തിയ കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഇതിൽ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് 20 ചോദ്യങ്ങളിൽ നിന്ന് 30 ചോദ്യങ്ങളാക്കി എന്നുള്ളതാണ്. ഈ 30 ചോദ്യങ്ങളിൽ 18 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകിയാൽ നിങ്ങൾക്ക് ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവാൻ കഴിയും. ആദ്യം ലേണേഴ്സ് ടെസ്റ്റിൽ 20 ചോദ്യങ്ങളിൽ 12 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകിയാൽ മതിയായിരുന്നു. അടുത്ത മാറ്റം എന്ന് പറയുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള സമയങ്ങളിലെ മാറ്റമാണ്. ആദ്യം അത് 15 സെക്കൻഡ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് 30 സെക്കൻഡിനുള്ളിൽ ഒരു ചോദ്യത്തിന് ആൻസർ നൽകിയാൽ മാത്രം മതിയാകും. പരിശീലനത്തിനും മോക്ക് ടെസ്റ്റിനുമായി MVD ലീഡ്സ് എന്നുള്ള ആപ്പും സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിലാണ് ലേണേഴ്സ് ടെസ്റ്റിനുള്ള സിലബസ് ലഭിക്കുക. ആപ്പിലെ റോഡ് സേഫ്റ്റി ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ലഭിക്കും. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർ ഡ്രൈവിംഗ് ടെസ്റ്റിന് മുൻപ് നടത്തുന്ന നിർബന്ധിത റോഡ് സേഫ്റ്റി ക്ലാസുകളിൽ പങ്കെടുക്കേണ്ടതില്ല. പിന്നീട് നേരെ റോഡ് ടെസ്റ്റിലേക്ക് പോയാൽ മാത്രം മതിയാകും. ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകർക്കും റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ലീഡ്സ് ആപ്പ് വഴി ഇവരും ടെസ്റ്റ് പാസ്സാകേണ്ടതുണ്ട്. ഇവർക്ക് പുറമെ മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാർക്കും റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ പുതിയ മാറ്റങ്ങൾ ഒക്ടോബർ 1 മുതലാണ് നിലവിൽ വരുന്നത്.